കപ്പിച്ച് വിഷയാനം നടത്തിയപ്പോൾ ഒരുപാട് പേര് നാളിലുണ്ടായി. ഒരു 30 പേര് ഇന്ന് കഴിഞ്ഞു ഇല്ല, പൂട്ടപ്പെട്ട വീടുകളും അടയ്ക്കപ്പെട്ട വാതിലുകളും ഒക്കെയാണ്. ഈ ഒരു വിഷയാനം തന്നെ ഈ പള്ളി നടക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇവിടുത്തെ അംഗസംഖ്യയുടെ ശോഷണവും ഒരു പങ്കെടുക്കുന്നതിനുള്ള ഒരു മന്ദതയും ഒക്കെ നോക്കുമ്പോൾ അപ്പം അങ്ങനെ കടന്നു പോകുന്ന ജീവിതത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുക, ഒരാഴ്ചയിൽ ആ ആയുസ് ദൈവമഹത്വത്തിന് മനുഷ്യ നന്മയ്ക്കുമായിട്ട് നമ്മൾ വേർതിരിക്കണം. മരണത്തെ നമുക്ക് ഒരിക്കലും ഭയപ്പെടാനില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര മരണഭയമുണ്ട്. മരണം അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഇരട്ട കുഞ്ഞുങ്ങളുടെ ഒരവസരമാണ്. ഒരമ്മയുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങൾ, ഇരട്ട കുഞ്ഞുങ്ങൾ കിടന്നു. ഇപ്പം ഒരു കുഞ്ഞിൻ്റെ വിശ്വാസം അമ്മയുടെ വയറാണ് ഏറ്റവും സേഫ്. ഇതിനേക്കാൾ സെക്യൂരിറ്റിയുടെ സ്ഥലമില്ല. ഇവിടെ കിടക്കുക, വലിച്ചു കുടിക്കുക, കഴിച്ചു തീർക്കുക, ഇതാണ് ഏറ്റവും സേഫ്. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. മറ്റേ കുഞ്ഞ് പറഞ്ഞു ഇത് ഇടുങ്ങിയ സ്ഥലമാണ്, ഇതിന് ശേഷം ഒരു ലോകമുണ്ട്, വിശാലമായ ലോകം, സുന്ദരമായ കാഴ്ച. നമ്മളിങ്ങനെ ചിലർ ഒന്നാമത്തെ കുഞ്ഞിൻ്റെ കൂട്ടം ഈ കരികുന്നം, ഈ വീട്, കുറേ വിദേശ പണം, കുറച്ച് തീറ്റ, സുഖം, കുടി, മേളം, ആഘോഷം, അമ്മയുടെ വയറുപോലെ ഇവിടെ കൊണ്ട് തീർന്നു. പക്ഷെ മറ്റൊരു കൂട്ടനുണ്ട്, ഇതിനപ്പുറത്തേക്ക് ഒരു നിത്യതയുണ്ട്. അമ്മയുടെ വയറ്റിൽ നിന്നും ലോകത്തിലേക്ക് കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ ഈ ലോകം വിട്ട് ഈ സിമിത്തേരി, ഇതിനപ്പുറത്ത് ഒരു നിത്യത. ആ നിത്യതയെ സ്വപ്നം കണ്ട് നമ്മൾ ജീവിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ വെറും യാത്രക്കാർ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ആ നിത്യതയെ സ്വപ്നം കണ്ട് ജീവിക്കുമ്പോൾ ഈ നിമിഷത്തിൽ കർത്താവ് ഈ കല്ലറകളിൽ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ടവരിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ഞാൻ ഒരു വീട് വെഞ്ചരിക്കാൻ ചെന്നു, ഇവിടെയല്ല, ഒരു സ്ഥലത്ത് വെഞ്ചരിക്കാൻ ചെന്നു. വെഞ്ചരിച്ച് പഴക്കൊലയും ഉരുളക്കിഴങ്ങും സവോളയും വെണ്ടയ്ക്കായിരിക്കുന്ന മുറിക്കകത്ത് കൊലയുടെ പുറകിൽ ഒരപ്പൻ്റെ അമ്മയുടെ ഫോട്ടോ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. മുൻവശത്തല്ല, സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിൽ മരിച്ചുപോയ അപ്പൻ, അമ്മ, അത്രേ ഉള്ളൂ. അപ്പൻ്റെ വില, അമ്മയുടെ വില ആ മക്കളുടെ മനസ്സിൽ. ജീവിതത്തെ കരിപിടിപ്പിച്ച ഒരു പിതാവ് പറയുന്നു, മോനെ, അല്പം കൂടെ നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറേ കാലം കൂടെ ഞാൻ ജീവിക്കുമായിരുന്നു. അമ്മ പറയുന്നു, അല്പം കൂടെ കരുതിയിരുന്നെങ്കിൽ അല്പം കൂടെ ജീവിക്കുമായിരുന്നു. ഇവർ മരിച്ചു പോയാൽ മതി, ഒരു ശല്യം, ഭാരം, ഞങ്ങൾക്ക് തടസ്സം എന്ന് കരുതി ശുശ്രൂഷിച്ച മക്കളുണ്ട്, മാതാപിതാക്കളെ. അപ്പം അവരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, അല്പം കൂടി കരുതലും സ്നേഹവും. നമ്മൾ ജീവിക്കുന്ന കാലത്ത് കൊടുക്കാൻ പറ്റാത്തത് ജീവിതാശേഷം കൊടുക്കാൻ പറ്റിയല്ല. എനിക്ക് ശക്തമായ തലവേദന, എൻ്റെ അമ്മയ്ക്ക് ശക്തമായ തലവേദന. നമ്മ പറഞ്ഞു, മോനെ, വേദനയ്ക്കുള്ള 2 ഗുളിക മേടിച്ചു തരാവും. അവൻ പറഞ്ഞു, പിന്നെയായിട്ട് TV വാർത്തയും കണ്ടിരുന്നു. അവസാനം അവന് ഗുളിക മേടിക്കാൻ പോയി. വന്നപ്പോൾ അമ്മ മരിച്ച് കട്ടിലിൽ കിടപ്പുണ്ട്. പിന്നെ എല്ലാ വർഷവും അമ്മയുടെ ആണ്ടിൻ്റെ അന്ന് ഒരു ബണ്ടിൽ ഗുളിക അമ്മയുടെ കല്ലറയിൽ വെച്ചിട്ട് വല്ല അർത്ഥമുണ്ടോ? വേദനിച്ച സമയത്ത് ഗുളിക കൊടുക്കണം, അല്ലാതെ കല്ലറയിൽ ഗുളിക വെച്ചിട്ട് കാര്യമില്ല. ജീവിച്ചപ്പോൾ ഒരു പൂ പോലും കൊടുക്കാത്തവർ മരിച്ചു കഴിയുമ്പം വണ്ടിച്ചക്രം എന്ന റീത്തൂരിട്ടി അമ്മയെ അടക്കാൻ പോകുന്ന കണ്ടിട്ടുണ്ട്. ഒരർത്ഥവുമില്ല. ഇന്ന് ഈ പ്രഭാതം നമ്മോട് പറയുകയാണ്, അല്പം കൂടി ഒരു നല്ല സമ്മാനം നമ്മുടെ കയ്യിലുണ്ട്. ആ സമ്മാനം നമ്മൾ കൊടുക്കണം. എന്താണ്? അല്പം കൂടെ നല്ല ഒരു മകനായി അപ്പനോടും അമ്മയോടും പെരുമാറണം. അല്പം കൂടെ നല്ല മകളായി അപ്പനോടും അമ്മയോടും പെരുമാറണം. അല്പം കൂടെ നല്ല അച്ഛനായി, സിസ്റ്റേഴ്സായി സമൂഹത്തിൽ ജീവിക്കണം. ഇതാണ് നമ്മളിലുള്ള സമ്മാനം. പരാജയപ്പെട്ടു പോയോ, തിരുത്താൻ ദൈവം വിളിക്കുന്നു. ഇന്ന് കുടുംബങ്ങൾ, തടഞ്ഞു കിടക്കുന്നവർ, ക്ഷീണിച്ചവർ, ബലഹീനർ ഒരുപാട് പേരുണ്ട്. അപ്പം അവരോട് കാണിക്കുന്ന മനോഭാവം എന്താണെന്ന് ഒന്ന് ആത്മശോധന ചെയ്യാൻ പ്രഭാതത്തിൽ സിമിത്തേരിയിലെ ഈ ധ്യാനം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ചിലർക്ക് മരണത്തെ ഭയമുള്ള ഒരുപാട് പേരുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഒരിക്കലും മരണവീട്ടിൽ പോവുകയല്ല. ആത്മധൈര്യത്തെക്കുറിച്ച് പഠിപ്പിച്ച ആളാണ്. പക്ഷെ ശവം കാണുമ്പോൾ പേടിയ. മരണത്തെ ഭയപ്പെടുന്നവർ, മരണത്തെ ഭയപ്പെടാനൊന്നുമില്ലല്ലോ. മരണം ഒരു യാത്ര എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ടാണ് മരണം 3 ചിന്തകളാണ് നമുക്ക് തരിക. ഈ സിമിത്തേരി തരുന്ന 3 ചിന്തകൾ. 1,
മരണം എന്ത് എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് എൻ്റെ മരണം. ഞാൻ എങ്ങനെ ജീവിച്ചോ മരണസമയത്ത് അതിൻ്റെ പ്രതികരണം നമ്മൾ കാണിക്കും. എങ്ങനെ ജീവിച്ചോ എൻ്റെ ജീവിതത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്തായിരുന്നു എൻ്റെ ജീവിതം, അത് മരണസമയത്ത് ഞാൻ കാണിക്കും. ചിലരെ കാണാം മരിക്കാൻ നേരത്ത് എന്തോ ഒരു അസ്വസ്ഥതയാണ്, ചിലർക്ക് മരിക്കുമ്പോൾ എന്തൊരു ശാന്തതയാണ്. എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിതാന്ത്യത്തിൽ നമ്മുടെ പ്രതികരണം. മരണം നമ്മുടെ ജീവിതത്തെ അങ്ങ് മാറ്റിമറിക്കുകയല്ലേ. ചില മനുഷ്യർ മരിക്കാൻ നേരത്ത് അസ്വസ്ഥരാകുമ്പോൾ മറ്റു ചിലർ ഈശോ പറഞ്ഞ യോസേപ്പേ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. എങ്ങനെ ജീവിച്ചോ ജീവിതത്തിൽ അങ്ങനെയാണ്. മരണം എങ്ങനെ മരിച്ചാലും പ്രശ്നമില്ല. ചിലപ്പം വണ്ടി ഇടിച്ച് മരിക്കാം, ചിലപ്പോൾ ഇടിവെട്ടി മരിക്കാം, ചിലപ്പം കണ്ണടിച്ച് മരിക്കാം, ചിലപ്പം കട്ടിൽ കിടന്ന് ശാന്തമായിട്ട് മരിക്കാം. എങ്ങനെ മരിച്ചാലും മരണസമയത്തെ ചിന്ത എങ്ങനെ ജീവിച്ചോ ആ ചിന്തകളാ. സുഖമായിട്ട് മരിക്കണോ ശാന്തമായിട്ട് മരിക്കണോ, നന്നായിട്ട് ജീവിക്കണം. നന്നായി ജീവിച്ചവർക്ക് എങ്ങനെ മരിച്ചാലും മരണസമയത്ത് ശാന്തതയുണ്ട്. യേശു കുരിശിൽ മരിക്കുമ്പോഴും എന്തൊരു ശാന്തതയായിരുന്നു. പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു മരണം. അപ്പോൾ സന്തോഷത്തോടെ മരിക്കണോ സന്തോഷത്തോടെ ജീവിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് മരണം. ചില ആൾക്കാർക്ക് മരിക്കാൻ നേരത്തെ എന്തൊരു ടെൻഷൻ, ഒന്നും വിട്ടുകൊടുക്കാത്ത കാരണന്മാരെ കണ്ടിട്ടില്ലേ? സ്വത്തൊക്കെ ഉണ്ട്, കൊടുക്കാൻ എന്തൊരു മടിയാ. ഒരു വീട്ടിൽ ഒരു മനുഷ്യന് 3 മക്കളാണ്, 3 ആമക്കൾ, 20 ഏക്കർ സ്ഥലമുണ്ട്. ഈ അപ്പൻ മക്കളുടെ പേരിൽ ഒന്നും എഴുതി കൊടുക്കുകയല്ല. എൻ്റെ കാലശേഷം അവർക്കുള്ളതാ ഈ കടുംപിടുത്തമാ, മുറുക്കിപ്പിടുത്തമാ. അവസാനം പള്ളിയിലെ അച്ഛനും കമ്മിറ്റിക്കാരും ഒക്കെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വീതം വെക്കാൻ സംബന്ധിച്ചു. ഒരു വെള്ളക്കല്ലാസും പേനായും ചോദിച്ചു, കൊണ്ടുവന്ന് കൊടുത്തു. എന്തൊക്കെ കുത്തി കുറിച്ചു, റബ്ബർ ബാൻഡിട്ട് മുറുക്കി കെട്ടി, 10 കള്ളാസിൽ പൊതിഞ്ഞ് കെട്ടി, പ്ലാസ്റ്റിക് കൂടി ചുരുട്ടി കെട്ടി. എന്നിട്ട് വികാരിയച്ഛൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, അവസാന ആഗ്രഹം എഴുതിയിട്ടുണ്ട്, ഞാൻ മരിച്ച ശേഷമേ ഇത് തുറക്കാവുള്ളൂ. അച്ഛൻ അലമാരി വെച്ച് പൂട്ടി. 1 മാസം കഴിഞ്ഞു ഈ അപ്പം മരിച്ചു. മക്കൾ ആഘോഷമായിട്ട് അപ്പനെ അടക്കി. അവസാനം നല്ല മാർബിൾ സ്ലാബ് മുകളിൽ കയറ്റി വെച്ചിട്ട് പറഞ്ഞു, പൊന്നപ്പ നല്ല കനമുണ്ട്, ഇതും പൊക്കിയിട്ട് പോന്നേക്കരുത്. പള്ളിമുറിച്ച് അവസാന ആഗ്രഹം എഴുതിയ കടലാസ് വിടർത്തി വായിച്ചപ്പോൾ വികാരിയച്ഛൻ്റെയും 3 മക്കളുടെയും കണ്ണ് തള്ളിപ്പോയി. ഒരു സെന്റൻസ് എഴുതിയിട്ടുള്ളൂ, പിന്നെ ഇലയും പൂവും കായും വരച്ചു വെച്ചിരിക്കുന്നു. എഴുതിയ സെന്റൻസ് ഇങ്ങനെ, മക്കളുടെ കാലശേഷം സ്വത്ത് അപ്പന് എന്ന് ഒപ്പ്. ഈ ആർത്തി അള്ളിപ്പിടുത്തം ജീവിതത്തിൽ കാണിക്കുന്ന മനുഷ്യരുണ്ട്. എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിതാന്ത്യം. എൻ്റെ ജീവിതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് മരണം. 2, മരണം ഒരു കടന്നുപോകലാണ്. ഇവിടെ കയറുമ്പം കാണാം കരിക്കുന്നം പഞ്ചായത്തിലേക്ക് സ്വാഗതം, അല്പം കഴിയുമ്പം കാണാം തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് സ്വാഗതം. ഒരു കടന്നുപോകലാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജന്മങ്ങൾ പല ജന്മങ്ങളുണ്ട്. ഒരു കത്തോലിക്കന് ജീവിതത്തിലുള്ള ജന്മങ്ങൾ: 1 ദൈവത്തിൻ്റെ മനസ്സിൽ, 2 അമ്മയുടെ വയറ്റിൽ, 3 ലോകത്തിൻ്റെ മടിത്തട്ടിൽ, 4 പള്ളിയുടെ മാമൂസ തൊട്ടിയിൽ, 5 ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ ഒരു പുതുജീവിതത്തിലേക്ക്, 6 മരണം. അതുകൊണ്ടാണ് കപ്പുച്ചിൻ സഭയുടെ സ്ഥാപക പിതാവായ അസീസിലെ ഫ്രാൻസിസ് മരണത്തെക്കുറിച്ച് പറഞ്ഞു, സോദരി മരണമേ സ്വാഗതം സ്വാഗതം. മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ഇത് ഉറപ്പാ. മരണം ഒരു കടന്നുപോകൽ മാത്രമാണ്, സ്ഥിരമായ ഒന്നല്ല. കടന്നുപോകും, ഓരോ പ്രാവശ്യവും കടന്നുപോകും. ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നും അമ്മയുടെ വയറ്റിലേക്ക് വന്നതുപോലെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ലോകത്തിലേക്ക് വന്നതുപോലെ, ലോകത്തിൽ നിന്നും മാമോദിസത്വത്തിലേക്ക് വന്നതുപോലെ, ഒരു കൂദാശയിൽ വന്നതുപോലെ, മരണവും ഒരവസാനത്തെ കടന്നുപോകൽ പിതാവിൻ്റെ മക്കളിലേക്ക്. ഒത്തിരി പേര് കടന്നുപോയില്ലേ? 100 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ലല്ലോ. ഇന്നുള്ള നമ്മളും കടന്നു പോവില്ലേ? ഓരോ ദിവസവും പത്രം എടുക്കുമ്പോൾ കൊറോണ വൈറസിന് ശേഷം കാണുന്ന കാഴ്ച, പലരും കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നലെ പള്ളിയിൽ വന്നവർ ഇന്ന് രാവിലെയില്ല. ഈ ഉള്ള നമ്മൾ നാളെ ഉണ്ടെന്നറിയില്ല. അപ്പോൾ ഒരു കടന്നുപോകലാണ്. ആ കടന്നുപോകലിൽ ഒത്തിരിപ്പ് കടവില്ലാതെ ജീവിക്കാൻ പഠിക്കണം. ഓരോ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഒന്നും ബാക്കിയില്ല. ഒരു തെറ്റ് പറ്റിയോ ക്ഷമ ചോദിക്കുന്നു, ഒരു കുറവ് പറ്റിയോ ക്ഷമ ചോദിക്കുന്നു. കടമുണ്ടോ വീട്ടിൽ
ഒരു ബാധ്യതയില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതം കടന്നുപോകലിൽ നമ്മൾ ക്രമീകരിക്കുക. കടന്നുപോകലിൽ അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ഭർത്താവ് ഓർക്കണം, ഞാൻ മൂലം എൻ്റെ ഭാര്യയ്ക്ക് എന്തേലും വേദന ഇന്ന് വരെ കൊടുത്തെങ്കിൽ ഇന്നു മുതൽ എൻ്റെ ഭാര്യയെ ഞാൻ വേദനിപ്പിക്കില്ല. എൻ്റെ ഭർത്താവിനോട് കുത്തുവാക്ക് പറഞ്ഞ് നൊമ്പരപ്പെടുത്തിക്കും, ഇന്നു മുതൽ ആ കുത്തുവാക്ക് ഞാൻ പറയില്ല. എൻ്റെ മാതാപിതാക്കളോട് കരുണയില്ലാതെ പെരുമാറിയെങ്കിൽ അല്പം കൂടി കാരുണ്യം കാണിക്കും. കാരണം നമ്മൾ കടന്നു പോകുന്നവരാ, സ്ഥിരതാമസക്കാരല്ല. അതാണ് ഉൽപ്പത്തി 2:10. ആദം ഹൗവ നിങ്ങൾ ഏതത്തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്. കരികുന്നത്തെ ഒരു വീടിന്റെ 100 വർഷത്തെ സൂക്ഷിപ്പുകാര്. ഈ ഇടവകയിൽ നമ്മുടെ വീട് ഒരു കടലിലെ വെള്ളമാണ്. അതങ്ങ് ഒഴുകി AD 345 മുതൽ ഒഴുകി ഈ കടവിലെത്തി. ഈ കടവിന്റെ കാവൽക്കാരും സൂക്ഷിപ്പുകാരുമാണ്. കളങ്കമില്ലാതെ അടുത്ത തലമുറയ്ക്ക് ഈ കടവിലെ വെള്ളം, വിശുദ്ധ പാരമ്പര്യം നമ്മൾ കൈമാറണം. അപ്പൊ മരണം ഒരു കടന്നുപോക്കലാണ്. 3, മരണം ഒരു പുനർസംഗമമാണ്. ഒരു പുനർസംഗമമാണ്. എന്താ പുനർസംഗമം? മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടെ കാണും. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ കാണും എന്നുള്ള ഉറപ്പ്. ഇതാണ് പുനർസംഗമം. ബേഥനിയായി ലാസറിന്റെ കല്ലറയിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു വരികയാണ്. യേശു വന്നപ്പോൾ പ്രിയപ്പെട്ട പെങ്ങന്മാര് പറഞ്ഞു, നീ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിളക്കണയില്ല, നീ ഉണ്ടായിരുന്നെങ്കിൽ ഈ തിരി പൊരിയില്ല, നീ ഉണ്ടായിരുന്നെങ്കിൽ ആങ്ങള മറയില്ല. യേശു പറഞ്ഞു, പെങ്ങന്മാരെ, ലാസർ മരിച്ചിട്ടില്ല, ലാസർ ഉറക്കമാ. ലാസർ ഉറക്കമാ. എന്താണ് ഉറങ്ങുന്നത്? ഉറങ്ങുന്നത് എഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ്. എഴുന്നേക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഉറങ്ങുന്നത്. പണിതുമടുത്ത ഒരമ്മ രാത്രി 10:30 രാവിലെ 5:30 അലാം വെച്ചിട്ട് കിടന്നുറങ്ങും. രാവിലെ 5:30 അലാം അടിക്കുമ്പോൾ അമ്മ ചാടി എഴുന്നേക്കും. ഇതുപോലെ കരിങ്കുന്നം സെന്റ് അഗസ്റ്റീൻസ് പള്ളിയുടെ സിമിത്തേരി ഒത്തിരി പേര് കിടന്ന് ഉറങ്ങുക. ഒരു കാഹളം, ഒരു ടൈം പീസ് അലാം വെച്ച് തലയ്ക്കൽ കർത്താവ് വെച്ചത്. നിങ്ങൾ എവിടെല്ലാം നിൽക്കുന്നു, പ്രിയപ്പെട്ടവരുടെ തലയ്ക്കൽ കർത്താവിന്റെ ഒരു അലാമുണ്ട്. ആ അലാമിന്റെ പേരാണ് അന്തിമ കാഹളം. 5:30 ടൈം പീസിൽ അലാം അടിക്കുന്ന പോലെ അന്തിമ കാഹളം എന്ന ഫൈനൽ അലാം അടിക്കുമ്പോൾ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ആ ബോധ്യത്തിലാണ് പരിശുദ്ധനായ പൗലോസ് 1 കൊരിന്ത്യർ 15:55 പറഞ്ഞു, മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ രംശനം എവിടെ? യേശുവിന്റെ ഉത്ഥാനത്തോടുകൂടി മരണത്തിന്റെ ആധിപത്യം എന്നേക്കുമായി അവസാനിച്ചു. യേശുവിന്റെ ഉത്ഥാനത്തോടുകൂടി മരണത്തിന്റെ ആധിപത്യം അവസാനിച്ചു. അപ്പം എല്ലാവരും മരിക്കും, മരിച്ചവരെല്ലാം ഉയർക്കും. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ നമ്മൾ കാണും. എൻ്റെ അപ്പം മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു. പക്ഷെ എനിക്ക് ഉറപ്പാ, ഒരിക്കൽ കൂടി ആ അപ്പനെ അമ്മയെ ഞാൻ കാണും മറ്റൊരു ശരീരത്തിൽ. പൗലോസ് പറഞ്ഞു, വിതച്ചത് വിത്ത്, മുളച്ചത് ചെടി, കുഴിച്ചിട്ടത് നശ്വര ശരീരം, ഉയർത്തെഴുന്നേറ്റത് അനശ്വരമായ ശരീരം. ഈ ഉറപ്പ്. മരണം ഒരു പുനർസംഗമമാണ്. മാഞ്ഞു പോയവരെല്ലാം ഒരിക്കൽ കൂടെ നമ്മൾ കാണുന്ന ഒരു പുനർസംഗമം, ഒരു റീയൂണിയൻ, അതിലേക്കാണ് വിളിക്കുക. മരണം മനുഷ്യരെ ഒരുപാട് മാറ്റി ചിന്തിപ്പിക്കും. ഇസബെല്ല രാജ്ഞിയുടെ ചാൻസലറായിരുന്നു ഒരു ഫ്രാൻസിസ്. ഇസബെല്ല രാജ്ഞി സൗന്ദര്യത്തിന് വീനസായിരുന്നു. എന്നും ആ രാജ്ഞിയുടെ മുഖം കണ്ടിട്ട് സന്തോഷത്തോടെ ഈ ഫ്രാൻസിസ് യാത്ര ചെയ്യുമായിരുന്നു. ഒരു ദിവസം രാജ്യത്തിന് വേണ്ടി വിദേശത്ത് അദ്ദേഹം പോയ സമയത്ത് ഇസബെല്ല രാജ്ഞി പെട്ടെന്ന് മരിച്ചു. നിയമപ്രകാരം ചാൻസലർ വന്ന് അവസാനം തൂവാലയുടെ മുഖം മൂടിയിട്ട് വേണം മൃതശരീരം അടക്കം ചെയ്യാൻ. ഫ്രാൻസിസ് എന്ന് പറയുന്ന സുന്ദരനായ യുവ ചാൻസലർ, സൗന്ദര്യത്തിടമ്പായ ഈ ഇസബെല്ല രാജ്ഞിയുടെ ശവം 3-ാം ദിവസമാണ് അടക്കാനായിട്ട് ഒരുക്കുക. അദ്ദേഹം വരാൻ വേണ്ടി കാത്തിരുന്നു. അദ്ദേഹം മുഖത്തിട്ട് തൂവാല മാറ്റി നോക്കിയപ്പോൾ ഇദ്ദേഹം ഞെട്ടിത്തെറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഈ ലോകത്തിൽ ഏത് സൗന്ദര്യത്തിനും വെറും 3 ദിവസത്തിന്റെ പഴക്കം. ഈ ലോകത്തിൽ ഏത് സൗന്ദര്യത്തിനും വെറും 3 ദിവസത്തിന്റെ പഴക്കം. അദ്ദേഹം ശവമടക്ക് കഴിഞ്ഞ് പരിത്യാഗത്തിന്റെ പരികർമ്മം ധരിച്ച താപസനായി. അങ്ങനെ സഭയിൽ ഒരു മരണം വഴി ഉണ്ടായി വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ എന്ന വിശുദ്ധൻ. മരണം നമ്മളെ ചിന്തിപ്പിക്കണം, ഓരോ മരണവും. ഇനി ഒരു ചിന്ത കൂടി അവസാനം ചേർത്ത് വെക്കാം. മരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ചിന്ത, മരിച്ചവർ നിത്യമായി മരിച്ചിട്ടില്ല,
അവർ നിത്യം ജീവിക്കുന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുക. ഈ സിമിത്തേരി കിടക്കുന്നത് നിങ്ങളുടെ ഉറങ്ങുന്ന ഭാഗമാണ്. ഇവിടെ നിൽക്കുന്നത് ഉറങ്ങുന്നവരുടെ ഉണരുന്ന ഭാവമാണ്. ഉറങ്ങിയവരുമുണ്ട്, ഉണർന്നവരുമുണ്ട്. ഉണർന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാഗം ഇവിടെ ഉറങ്ങുന്നു, ഉറങ്ങുന്ന ഇവരുടെ പ്രിയപ്പെട്ട ഭാഗം ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ ഇനി ഇവർക്ക് ഒരു കുർബാന അർപ്പിക്കാൻ പറ്റുകയില്ല, പകരം നിങ്ങൾ അർപ്പിക്കണം. ഇവർക്ക് ദാനധർമ്മം കൊടുക്കാൻ പറ്റുകയില്ല, പകരം നിങ്ങൾ ചെയ്യണം. ഇവർക്ക് പരസ്യപ്രവൃത്തി ചെയ്യാൻ പറ്റുകയില്ല, ഇനി അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ മക്കളും ചെയ്യുന്ന കാലത്തോളം ഇവർ നിത്യം ജീവിക്കും. മറന്നുപോയോ? തീർന്നു. വിസ്മൃതി തീർന്നു. ഇപ്പം നമ്മൾ ചെയ്യുന്ന നന്മകൾ, നമ്മുടെ ത്യാഗങ്ങൾ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ പങ്കുവയ്ക്കലുകൾ ഒക്കെ നിത്യം ജീവിക്കുവാണ് ഇവരിലൂടെ. ഈ ചിന്തകൾ നമ്മളെ നയിക്കട്ടെ. പ്രഭാതത്തിൽ ഒരാഴ്ചക്കാലം മിഷൻ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച നമ്മൾ ഒന്നിച്ച് പ്രിയപ്പെട്ടവരെ ധ്യാനിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏറ്റവും നല്ല പ്രാർത്ഥന കൂടി അച്ഛൻ പറഞ്ഞു തരാം. ഓരോ ദിവസവും പള്ളി വന്നിരിക്കുമ്പോഴും ഉറങ്ങുന്നതിന് മുമ്പും ഏറ്റവും പ്രിയപ്പെട്ട മരിച്ചു പോയവരെ ചുമ്മാ ഓർത്തോണം. ഏറ്റവും വലിയ പ്രാർത്ഥനയത്. നമ്മൾ ചുമ്മാ ഓർത്താൽ മതി. കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരുമായി മരിച്ചു പോയവർ അങ്ങനെ കുറേ സമയം ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ നമ്മളെ ഓർക്കും. മരിച്ചവർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മഹിമയുടെ വലതുവശത്ത്. അവരെ ഓർത്ത് ഈ ഭൂമിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അവരുടെ പ്രവൃത്തികൾ, പെരുമാറ്റങ്ങൾ, സംസാരം ഓരോന്നും ചിന്തിക്കുമ്പോൾ അവർ സ്വർഗത്തിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ മഴ കർത്താവിൽ നിന്നും നമുക്ക് മേടിച്ചു തരും. വന്നവനും വരുവാനുള്ളവനുമായ ക്രിസ്തു വാനമേഘത്തിൽ കുരിശിൻ്റെ അടയാളത്തോടെ ആഗതനാകുമ്പോൾ ഈ പ്രിയപ്പെട്ടവർക്കൊപ്പം നമുക്ക് അണിചേരാം. ഭാഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.